ശനിയും ഞായറുമായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിലെ പൊതുപരീക്ഷ. ആ പരീക്ഷയ്ക്ക് ഞാൻ നോക്കുമ്പോ വ്യാഴാഴ്ച ഒരു 10-11 മണിയൊക്കെ കഴിഞ്ഞ് നോക്കും മക്കൾ രണ്ടുണ്ട് പഠിക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളെന്താ സ്കൂളിൽ പോണില്ലേ? അവർ പറഞ്ഞു വാപ്പ ഇന്ന് നാളെ മറ്റന്നാളും പിറ്റേന്നും പൊതുപരീക്ഷ ആയതുകൊണ്ട് ലീവ് എടുത്ത് പഠിക്കാണ്. അൽഹംദുലില്ലാ, നല്ലെന്നെ. മദ്രസയിൽ പൊതുപരീക്ഷ ആയതുകൊണ്ട് വ്യാഴവും വെള്ളി ലീവ് എടുത്ത് പഠിക്കാണ്. ശനി ഞായറും പൊതുപരീക്ഷ. അങ്ങനെ വേണം, നല്ലതാണ്. 10ാം ക്ലാസ് എഴുതുന്ന, സ്കൂളിൽ SSLC പരീക്ഷ എഴുതുന്ന കുട്ടികൾ, +2 ഒക്കെ പരീക്ഷയ്ക്ക് എഴുതുന്ന കുട്ടികൾ, ഡിഗ്രിക്കൊക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ദർസ് ഉണ്ടാവുമ്പോ 1ാം ദർസിൽ വരെ ഞാൻ അവരെ കൊണ്ട് സ്കൂളിലെ പുസ്തകം വായിപ്പിക്കലാണ്. എന്തുകൊണ്ട്? അവരെവിടെയും തോക്കാൻ പാടില്ല, എല്ലായിടത്തും ജയിക്കണം. നമ്മളെ മക്കളെല്ലാം പഠിക്കണം, എല്ലാം പഠിക്കണം. അപ്പൊ 1ാം ദർസിൽ ഏറ്റവും ബഹുമാനമുള്ള സമയത്ത് വരെ ഞാൻ അവരെ കൊണ്ട് സ്കൂളിലുള്ളവർക്ക് വായിക്കാം, അവർക്ക് സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞത്, മക്കള് 2 ദിവസം ലീവ് എടുത്ത് പഠിക്കാണ് പൊതുപരീക്ഷക്ക്. ഞാനിങ്ങനെ ആലോചിച്ചു, അല്ലാ, എന്റെ മക്കള് പൊതുപരീക്ഷ വന്നപ്പോൾ അതിന്റെ തലേ ദിവസവും തൊട്ട് തലേ ദിവസവും അതിന്റെ തലേ ദിവസവും 2 ദിവസം ലീവ് എടുത്ത് പഠിക്കുകയാണ്. ഈ മക്കൾ 7ാം ക്ലാസ് തോറ്റുപോയാൽ മദ്രസയിൽ നിന്ന് പുറത്താകുകയൊന്നും ചെയ്യൂല. അടുത്ത കൊല്ലം 7ാം ക്ലാസ് എഴുതാൻ ചാൻസ് ഉണ്ട്. 10ാം ക്ലാസ് തോറ്റുപോയാൽ ഇനിയും പരീക്ഷ എഴുതാൻ വേണ്ടി ചാൻസ് ഉണ്ട്. IAS പാസ്സായ കുട്ടി പറഞ്ഞ് ഞാൻ 2 തവണ എഴുതി തോറ്റതാണ് എന്നാണ്. എന്നാൽ എഴുതിയെടുക്കാൻ ദുനിയാവിൽ ഏത് പരീക്ഷക്കും ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിക്കൂ, നമ്മുടെ മുന്നിൽ ഒരു പരീക്ഷ വരാനുണ്ട്. ആ പരീക്ഷ എന്ന് പറയുന്നത് എഴുതിക്കഴിഞ്ഞാൽ തോറ്റുപോയാൽ പിന്നെ പരീക്ഷയ്ക്ക് ചാൻസ് ഇല്ലാത്ത പരീക്ഷയാണ്. പിന്നെ ഹാൾ ടിക്കറ്റ് കയ്യിൽ കിട്ടൂല, പിന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ പരീക്ഷാ ഫീസ് അടക്കേണ്ടതില്ല. ഏതാണ് ആ പരീക്ഷ എന്നറിയൂലേ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന പരീക്ഷയാണുമ്മ. എന്റെ നാടിന്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ, അൽത്താഫ് എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. അദ്ദേഹത്തിന്റെ കല്യാണം അടുത്ത ഈ വരുന്ന മെയ് മാസത്തിൽ എന്റെ ഭാര്യ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ഉറപ്പിച്ചതാണ്. ഈ മെയ് മാസത്തിൽ അവന്റെ കല്യാണം നടക്കേണ്ടതാണ്. എന്റെ ഭാര്യ വീട്ടിലെ ഒരു പെൺകുട്ടിയുമായിട്ടാണ് അവന്റെ വിവാഹം ഉറപ്പിച്ചത്. റമളാനു ശരീഫിന് 1 മാസം മുമ്പാണ് അവൻ UAE-യിൽ നിന്ന് വന്നത്. വാപ്പക്ക് പനിയായിട്ട് അവിടെ ഒന്നും ഡോക്ടറെ കാണിച്ച് സുഖമാകാത്തതിനാൽ മംഗലാപുരം കാണിക്കാൻ വേണ്ടി രാവിലെ ഡോക്ടറുടെ അടുക്കിലേക്ക് കൊണ്ടുപോയതാണ്. ആരോഗ്യമുള്ള മകൻ, 25 വയസ്സുള്ള മകൻ, സുമുഖനായ ചെറുപ്പക്കാരൻ. ഡോക്ടറുടെ ടോക്കൺ എടുത്ത് കാത്തു നിൽക്കുമ്പോൾ 25 വയസ്സുള്ള അൽത്താഫ് എന്ന ചെറുപ്പക്കാരൻ അവിടെ കുഴഞ്ഞു വീണു മരിച്ചുപോയി. 25 വയസ്സുള്ള ആരോഗ്യമുള്ള ബാപ്പയെ ഡോക്ടർ അടുക്കൽ കാണിക്കാൻ കൊണ്ടുപോയ മകന്റെ മയ്യിത്താണ് വീട്ടിലെത്തിയത്. രോഗിയായി വീട്ടിൽ നിന്ന് പോയ ബാപ്പ രോഗിയായി തന്നെ ജീവനോടെ വീട്ടിലെത്തി. ആരോഗ്യമുള്ള മകൻ മയ്യിത്താണ് വീട്ടിലെത്തിയത്. കമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ دهرا على دهري. ഒരു രോഗവുമില്ലാത്ത ചെറുപ്പക്കാരൻ, ഒരു രോഗവുമില്ലാത്ത നല്ല ആരോഗ്യത്തിന്റെ ഗാത്രനായ ചെറുപ്പക്കാരനാണ്. എത്ര പെട്ടെന്നാണ് കുഴഞ്ഞു വീണ് കണ്ണടച്ചു പോയത്. ഒന്ന് വസിയത്ത് പറയാൻ സമയമില്ല, കെട്ടാൻ പോകുന്ന പെണ്ണിനോട് യാത്ര ചോദിക്കാൻ സമയമില്ല, ഉമ്മയോട് ബാപ്പയോടൊന്നും മിണ്ടാൻ സമയമില്ല. എത്ര പെട്ടെന്നാണ് ശ്വാസമടക്കിപ്പോയത്, തീർന്നുപോയത്, ശ്വാസം നിലച്ചുപോയത്. അതേ സമയത്ത് കമ്മിൻ മരീദിൻ ആശത് ദഹ്റൻ അലാ ദഹ്രി. പ്രായമുണ്ട്, രോഗമുണ്ട്,
മക്കള് തന്നെ പറയും, ഉസ്താദേ മരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ പറ്റൂലല്ലോ, ഉപ്പ ഒന്ന് സലാമത്താകാൻ വേണ്ടി ദ്വാരക്കണോന്നാ പറയുന്നത്. രോഗിയുടെ അടുക്കൽ പോകുമ്പോ ഈ രോഗി പറയുന്നത്, അസ്റായീൽ അലൈഹിസ്സലാം എന്നെ കാണുന്നില്ല എന്നാ തോന്നുന്നു ഉസ്താദേ, എനിക്കും മരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ പറ്റൂലല്ലോ, സലാമത്തിനൊന്ന് ദുആ ചെയ്യുമോ? കിടന്ന കിടപ്പിൽ ഒന്നും രണ്ടും കഴിക്കുകയാണ്. കിടന്ന കിടപ്പിൽ മൂക്കിലൂടെ കുഴലിട്ടിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അടിയിലൂടെ പൈപ്പിട്ടിട്ടാണ് മറ്റ് പലതും നടക്കുന്നത്. അല്ലാ, എത്ര കാലമാണ് ബോധമില്ലാതെ കിടക്കുന്നത്? ചെറിയൊരു ആക്സിഡന്റ് പറ്റി എത്ര കാലമാണ് കിടക്കുന്നത്? ഇല്ല, അയാളെ മരണം തൊടുന്നില്ല. അതേ സമയത്ത് ആരോഗ്യമുള്ള ഒരു രോഗവുമില്ലാത്ത ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. വാഹനത്തിന്റെ അടിയിൽ പെടന്ന് ചതഞ്ഞ് മരിക്കുകയാണ്. കാണുന്നില്ലേ ചെറുപ്പക്കാരെ? കാണുന്നില്ലേ ഉമ്മമാരെ? സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നമ്മുടെ ഉസ്താദുമാര്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, അവര് യോഗം കൂടിയിട്ട് അവരൊരു ഡേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഡേറ്റും ടൈം ടേബിളും ഉണ്ടാക്കിയിട്ട് റേഞ്ചിലൂടെ ഉസ്താദുമാർക്ക് അത് അറിയിച്ചു കൊടുത്തിട്ട് ഉസ്താദുമാര് സദർ ഉസ്താദുമാരിലേക്ക് അത് കൈമാറിയപ്പോൾ ആ ഉസ്താദുമാര് നമ്മുടെ മക്കൾക്ക് എഴുതി കൊടുത്തു. ഉസ്താദുമാര് വാട്സപ്പ് ഗ്രൂപ്പിൽ ടൈം ടേബിൾ യഥാ പ്രസിദ്ധീകരിച്ചു. അപ്പൊ നാളെ നമുക്ക് മറ്റന്നാൾ നമുക്ക് പൊതുപരീക്ഷയാണെന്നറിയുന്ന മക്കള് തലേ ദിവസം സ്കൂളിൽ പോകാതെ അവധിയെടുത്തിട്ട് പഠിക്കുകയാണ്. മറ്റു പലതും ഒഴിവാക്കിയിട്ട് അവര് പഠിക്കുകയാണ്. ഓ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, അനുജത്തിമാരെ, നമുക്ക് ടൈം ടേബിൾ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ മരിക്കുന്ന, നമ്മൾ കടന്നു പോകുന്ന ടൈം ടേബിൾ ആരുടെ കയ്യിലാണുള്ളത്? നിങ്ങൾ മരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് ലീവ് എടുക്കാമായിരുന്നു. മരിക്കുന്ന വർഷം അറിയുമായിരുന്നെങ്കിൽ അതിന്റെ മുമ്പേത്തെ കൊല്ലം പോയി ഒന്ന് ഹജ്ജ് ചെയ്ത് ശുദ്ധിയാകാമായിരുന്നു. ഇല്ല, നമ്മുടെ ടൈം ടേബിൾ നമ്മുടെ കയ്യിലില്ല. നമ്മൾ പോകുന്നത് നമുക്കറിയില്ല. എപ്പോഴാണ് കടന്നു പോകേണ്ടത് എന്ന് നിശ്ചയമില്ല. എപ്പോഴാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വിളിക്കുന്നതെന്ന് ഒരു ധാരണയുമില്ല. ഈ നൈമിഷികമായ ലോകം, നഷ്ടപ്പെട്ടു പോകുന്ന ലോകം, കറണ്ട് പോയാൽ നിലച്ചു പോകുന്നത് പോലെ, ബൾബ് വീസായാൽ നിന്ന് പോകുന്നത് പോലെ അനക്കമില്ലാതെ കിടക്കേണ്ടി വരുന്ന മനുഷ്യ, തലേ ദിവസം ലീവ് എടുത്ത് പഠിക്കുന്നത് പോലെ ഫുൾ ടൈം ലീവ് എടുത്ത് പഠിക്കേണ്ടതില്ലേ? മരിക്കുന്നതിന്റെ തലേ ദിവസം ഹജ്ജ് ചെയ്തിട്ട് ശുദ്ധിയാകാമെന്ന് ചിന്തിക്കുന്നത് പോലെ നാളെ മരിച്ചാലോ അല്ലാ, ഇന്നനങ്ങുന്ന കൈ നാളെ അനങ്ങണമെന്നില്ല. നമുക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാനിവിടെ വന്നപ്പോ എനിക്ക് ഉസ്താദുമാര് കൈ തന്നപ്പോൾ ഞാൻ കൈ നീട്ടിക്കൊടുത്തില്ല. എന്റെ കൈക്ക് ചെറിയൊരു വേദനയുള്ളത് കൊണ്ടാണ് വലത്തെ കൈ നീട്ടാൻ പറ്റാത്തത്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി രോഗങ്ങളും വിഷമങ്ങളൊക്കെ അല്ലാഹു തീർത്തു തരട്ടെ. ഇന്ന് നീട്ടാൻ പറ്റുന്ന കൈ നീട്ടാൻ നാളെ നീട്ടാൻ കഴിയണമെന്നില്ല. ഇന്ന് അനങ്ങുന്ന കാല് നാളെ അനങ്ങണമെന്നില്ല. ഇന്ന് കാണുന്ന കണ്ണുകൊണ്ട് നാളെ കാണാൻ കഴിയണമെന്നില്ല. ഇന്ന് കേൾക്കുന്ന കാത് നാളെ കേൾക്കാൻ കൊള്ളണമെന്നില്ല. ഇന്ന് കാറ്റ് വലിച്ചു വിടുന്ന മൂക്കും വായയുമൊന്നും നാളെ പ്രവർത്തിക്കണമെന്നില്ല. ഇന്ന് ജീവന്റെ തുടിപ്പുള്ള ശരീരത്തിൽ നാളെ ജീവന്റെ തുടിപ്പ് കാണണമെന്നില്ല. എനിക്ക് ഈ ടാബ് വാങ്ങി തന്നത് അബൂദാബിയിലുള്ള എന്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ വാപ്പ അമ്മോശങ്ക അഹമ്മദ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ്. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ചെറുവത്തൂരിന്റെ അടുത്താണ് അദ്ദേഹത്തിന്റെ വീട്. എപ്പോ പോയാലും സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആളാണ്. വഅദ് കേട്ടിട്ട് ഉറങ്ങുന്ന ആളാണ്. പലപ്പോഴും സാധുവായ എന്നോട് പറഞ്ഞിട്ട് നിങ്ങളെ വയലാണ് അധികവും മദ്ഹുർ റസൂൽ കേട്ടിട്ടാണ് കണ്ണടച്ചുറങ്ങുകയെന്ന്.
അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ആ പ്രിയപ്പെട്ട അഹമ്മദ് രാത്രി ഉറങ്ങിയതാണ്. സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന കുടുംബമായതിനാൽ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ എഴുന്നേറ്റ് പോകും. അഹമ്മദ് ഖാനെ വിളിച്ചു, പക്ഷെ അനങ്ങുന്നില്ല. 36 പോയി വുളൂ ചെയ്തിട്ട് നിസ്കരിച്ചിട്ട് ബാങ്ക് വിളിച്ചപ്പോ പിന്നെയും വന്ന് വിളിച്ചു, അനങ്ങണില്ല. 36 സുബഹി നിസ്കരിച്ച് പെണ്ണുങ്ങൾ സുബഹി നിസ്കരിച്ച് പിന്നെയും വന്ന് വിളിച്ചു, അനങ്ങുന്നില്ല. പേടി തോന്നി മക്കളെയും കൂട്ടി വിളിച്ചു, അനങ്ങുന്നില്ല. അയൽവാസികൾ വന്നു നോക്കുമ്പോ ശരീരം തണുത്ത് വിറച്ചിട്ടുണ്ട്. ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവന്നു നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, നേരത്തെ മൂപ്പര് മരിച്ചുപോയി. ഒരേ റൂമിൽ ഒരേ കട്ടിലിൽ ഒരേ ബെഡിൽ ഒരേ മെത്തയിൽ കിടന്ന ഭർത്താവ്, ആ ഭർത്താവിന്റെ റൂഹും കൊണ്ട് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയത് സ്നേഹനിധിയായ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തു പരീക്ഷയുടെ സമയത്തിനാ നിങ്ങൾ കാത്തു നിൽക്കുന്നത്? ഏത് ടൈം ടേബിളാ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? അതുകൊണ്ട് മർക്കസുൽ ഹിദായ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ 10ാം വാർഷികത്തിന്റെ പ്രഖ്യാപന സമ്മേളനത്തിന്റെ തുടക്ക ദിവസം ഇൽമിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ ഈ കണ്ണവത്തും പരിസരങ്ങളിലുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സ്നേഹനിധികളായ കൊച്ചനുജന്മാരോട്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ. എന്റെ മാറത്താകുന്ന നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വയുണ്ടെങ്കിലേ അല്ലാഹു സ്വീകരിക്കൂ. മർക്കസുൽ ഹിദായയുടെ പ്രവർത്തനമായാലും SYSന്റെ SSFന്റെ മുസ്ലിം ജമാഅത്തിന്റെ ഏത് പ്രവർത്തനമായാലും ഈ സമ്മേളനമായാലും ഭക്ഷണം കൊടുക്കുന്നതായാലും ഖൽബിൽ തഖ്വയുണ്ടോ? ഖൽബ് ശുദ്ധിയായിട്ടുണ്ടോ? അവരിൽ നിന്നാണ് അല്ലാഹു തആല സ്വീകരിക്കുക. അതുകൊണ്ട് SSFന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരോട്, SYSന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരോട് ഉള്ള സമയം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കണേ. ഫർളും സുന്നത്തുമെല്ലാം നിസ്കരിക്കാൻ ശ്രമിക്കണേ. ഖുർആൻ ഓതാൻ ശ്രദ്ധിക്കണേ. ഖൈറാത്തുകളുമായി ബന്ധപ്പെടണേ. നാട്ടിൽ നന്മക്ക് നേതൃത്വം നൽകണേ. നമ്മെ കണ്ടിട്ട് ആളുകൾ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് വരാൻ, നമ്മളൊരു നല്ല മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റുന്ന നിലക്ക് ഖൽബൊന്ന് നന്നാക്കണേ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ